നാട്ടിൽ മൊത്തം ടോണിച്ചായന്റെ കുറെ വിശേഷങ്ങളാ. ഞാൻ പണ്ടേ ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാന്നുള്ള കാര്യം. എന്നോട് പറഞ്ഞാൽ വേണ്ട വിട്ടുകളാ. ഈവൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നൊക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പം എന്നും കുടുങ്ങുമെന്നുള്ളൂ. വേറെ വേറെ ആരും അല്ല. ഇപ്പം ഇവള് ആങ്കറാണ്, MC ആണ്. അപ്പം പലപ്പോഴും വർക്കിന് പോവും. അപ്പൊ നീ ടോണിച്ചാന്റെ ഇവിടുത്തെ വർക്കിന് പോയിട്ടുണ്ടല്ലോ? 4 പുള്ളി അവരുടെ ഇതിനകത്ത്. അപ്പം എപ്പോഴാണ് നിനക്ക് മെസ്സേജ് അയച്ച ആള്? 3ാമത്തെ ഇവന്റ് എന്തോ അയച്ചേ? തൊലി അങ്ങ് ഉരിഞ്ഞ് നമ്മളത് എന്തോ നമ്മളെ തൊലി ഉരിഞ്ഞു പോവും. അത് പറഞ്ഞിട്ട് വേറെ നീ അവിടെ മറ്റേ പരിപാടി കഴിയുമ്പോ എന്തോ അച്ഛനെ ഫോണോ എന്തോ ടിവിയോ? കുടുംബസംഗമത്തിന് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ വേണം എടുത്തോ കറി വെച്ചോ ഞാൻ അല്ലെങ്കിൽ അങ്ങനെ കോഴിത്തര സഹിക്കാൻ വയ്യ. അപ്പൊ ഇനിയിപ്പോ TV ഒക്കെ എടുത്ത് വെച്ചിട്ട് അപ്പൊ എന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പറഞ്ഞായിരുന്നു എന്റെ മറ്റേ ക്യാമറ ടീമിലുള്ള പറഞ്ഞായിരുന്നു എന്റെ പൊന്നു ചേച്ചി എന്താണെങ്കിലും ഇങ്ങനെ കോഴിത്തരം കാണിക്കും. ഒരു 54 ഇഞ്ചിന്റെ 42 ഇഞ്ചിന്റെ TV അതെടുത്ത സൈഡിൽ വീട്ടിൽ കൊണ്ടുപോകാൻ നോക്ക്. അത് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അങ്ങേര് കോഴിത്തരം കാണിക്കും. ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ നിന്ന് കുറെ ആളുകൾ മറ്റേ കൂടുവിട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നപ്പോഴത്തേക്കിന് ഈ അവന്റെ സംസാരം കേട്ടാലേ അറിയാം ഈ പറയുന്ന രീതിയിലുള്ള പാന്റും ചുമന്ന ഷർട്ടും കിളിപ്പച്ച ഷൂവും അതില് ഫെയർ ആൻഡ് ലവ്ലിയുടെ മോള് പൗഡറും വിത്ത് ഐ ഷാഡോ ആൻഡ് ലിപ്സ്റ്റിക്. ഞങ്ങള് വീട്ടിൽ ആരെ കൊച്ചു പിള്ളേരെ പൗഡർ ഇട്ട് ഇറക്കുന്ന പോലെ ഞങ്ങള് വീട്ടിൽ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് ഇവള് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു വർഷം മുന്നേ ആ സമയത്ത് ഇവളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങേറെ ഈ കുടം ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ കാണും. ഇവ അതിന്റെ മോനെ ഇവൻ ഇങ്ങനെ വളർത്തരാന്നും പറയുമായിരുന്നു ഇവള്. നമ്മളത് വിട്ടാ കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും കുത്തിപ്പോക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓർക്കുന്നത്. ഇവള് എന്തുകൊണ്ട് നിന്നോട് അയച്ചത്? എന്തോ ഇഷ്ടമായിട്ടാ നിനക്ക് മെസ്സേജ് അയക്കുന്നത്. നീ എവിടെ അടി പക്ഷെ ഇങ്ങനത്തെ സൗണ്ട് അല്ല കേട്ടോ. ഭയങ്കര പുള്ളി ഭയങ്കര സെഡ്യൂസ് ചെയ്ത പോലെ ഭയങ്കര മറ്റേ ഈ ലൈംഗിക ചൊവ്വയോട് കൂടി പറയില്ലേ. അയ്യോ അത് നീ തിരിച്ചു ഞാനൊരു എന്റെ വീട്ടിലെ മൂത്ത ചേട്ടനായിട്ടാ കാണുന്നത്. പുള്ളി തിരിച്ചു പറഞ്ഞു ഇനി വർക്കിന് വിളിക്കില്ലാട്ടോ. വേറെ ലവർ ഉണ്ടല്ലേ എന്നാ ഇനി വർക്കിന് വിളിക്കില്ലാട്ടോ എന്നും പറഞ്ഞിട്ട് പുള്ളി എല്ലാ മെസ്സേജും ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ചെന്നേ. മണ്ടിയാട്ടോ. അതുപോലെ ഫോർവേഡ് ചെയ്ത് വിട്ടായിരുന്നെങ്കിൽ പോലും നമ്മളൊന്നും ആലോചിക്കുന്നില്ല. അത്രയും ബുദ്ധിയൊന്നും പോകുന്നില്ലല്ലോ. സോ ഇതാണ് അച്ചാനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് കണ്ടോണ്ടിരുന്നപ്പോഴും ഞങ്ങൾക്ക് തോന്നിയൊരു അപ്ഡേറ്റ്. ഇത് കണ്ടിട്ട് അച്ചായ ഞങ്ങളെ തൂക്കുമെന്ന് അറിയത്തില്ല. ഉറപ്പല്ലേ നാളെ പെണ്ണ് കേസ് ഇപ്പൊ സൈബർ സെല്ലിൽ നിന്ന് കോള് വരും. അങ്ങനെ കുറെ ഒക്കെ വരാനുണ്ട്. ശരി അപ്പൊ ഓക്കെ ബൈ. ഇതിലെ ഏറ്റവും വലിയ സങ്കടകരമായിട്ട് കാര്യം പറയാമോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ 4ാമത്തെ വർക്കിന് അവിടുന്ന് അന്ന് ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി അറിഞ്ഞില്ലെന്നോ? അല്ലാതെ വിളിച്ചറിയില്ല. അയ്യോ പുള്ളിനെ കണ്ടപ്പോ ഞെട്ടിപ്പോയി. ഇവളാണോ ഒന്ന് വൃത്തിച്ച്. എനിക്കും അറിയില്ലായിരുന്നു ഇവരുടെ പ്രോഗ്രാമാന്നുള്ളത്. പെട്ടെന്ന് ഞാൻ സ്ഥിരം ഇവന്റ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് അന്നാണ് പ്രോഗ്രാം ഒരു 2 ഇപ്പൊ അടുത്ത് ഒരു 3-4 months മുന്നേ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു റബിഷ ഒന്ന് പെട്ടെന്ന് വരാമോ, തൊടുപുഴയാണ്, പെട്ടെന്ന് വരാമോ, MC ഏൽപ്പിക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞാ എനിക്ക് ഒരു ഇവന്റ് വന്നു ഞാൻ പോവാണെന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് പോയി തൊടുപുഴ. പകുതി വഴി ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് പുള്ളിയുടെ പ്രോഗ്രാമാണ്. പുള്ളി അവിടെ നിന്ന് പൊക്കി അടിക്കേണ്ടി വന്നു. അച്ചായൻ കണ്ണിലുണ്ണിയാണ്, കൃഷ്ണമണിയാണ്. ഞാൻ ആലോചിച്ചിട്ട് ദൈവം എന്റെ ഈ ജോലിയുടെ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തവരെ പോലും നമുക്ക് പൊക്കി അടിച്ചാലേ പറ്റും. നമ്മുടെ